ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലും വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സിൻ്റെ മെസ്സേജ് അവിടെ നോക്കാം. അപ്പോൾ ഏരീസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് ഇവിടെ നിന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 4 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് ലവേഴ്സ്. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 2 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് 10 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സണിൻ്റെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് 4 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ആണ് 7 ഓഫ് സോഡ്സ്. ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഏരീസ്, ഇവിടെ ഞാൻ കാണുന്നത് 4 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ലോസിൻ്റെ എനർജിയാണ്. ആക്ച്വലി ലോസ് മാത്രമല്ല, ഇതൊരു ഡിസിൻട്രസ്റ്റഡ് എനർജിയാണ്. ഓക്കെ, ഇത് നിങ്ങൾ ബോർഡായി എനർജിയാണ്. നിങ്ങൾക്ക് ഒന്നും ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി. ഈ പേഴ്സന്റെ എനർജിയിൽ ലവേഴ്സ് ആണ്, ജെമിനായി എനർജി. ഈ പേഴ്സൺ നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഈ പേഴ്സന്റെ സൈഡിന് കുറെ ഒരു പാഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളുടെ അങ്ങനെ അല്ല എനർജി. നിങ്ങൾ കുറെ ഒരു ഡിസിൻട്രസ്റ്റഡ് മാതിരിയാണ് ബിഹേവ് ചെയ്യണത്. അപ്പൊ ഇതിന്റെ എന്താ കാരണം? ഈ 4 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ഇവിടെ? ഫൂൾ ആൻഡ് 8 ഓഫ് സോഡ്സ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം എന്നുണ്ട്, പക്ഷെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. നിങ്ങളൊരു സ്റ്റാഗ്നൻസി ഫീൽ ചെയ്യണോ? മേ ബി ഇതിന്റെ കാരണം വേറെ എന്തെങ്കിലും ആയിരിക്കാം. മേ ബി നിങ്ങളുടെ ജോലിയുടെ പ്രഷേഴ്സ് ആയിരിക്കാം, ഇല്ലാച്ചാൽ വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും. പക്ഷെ എന്തായാലും ഈ സമയത്ത് നിങ്ങൾക്ക് ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കുറെ ഒരു സ്റ്റക്ക് മാതിരി ഒരു എനർജി. ഓക്കെ, ഈ പേഴ്സന്റെ എനർജിയിലെ ലവേഴ്സ് എന്താണ്? വേൾഡ് ആൻഡ് ഡെത്തും ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മേ ബി റീസെൻ്റ്ലി ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും, ഓർ എൽസ് എന്തോ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. എന്നുവെച്ചാൽ ഇവരുടെ സൈഡിൽ വലിയ മേജർ ആർക്കാനാസ് ആണ്. മേജർ ആർക്കാനാസ് യൂഷ്വലി ഇൻഡിക്കേറ്റ് ചെയ്യണത് വലിയ ചേഞ്ചസ് ആണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി എന്തോ വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെങ്കിൽ എന്തോ ഒരു ഡിസിഷൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് റീസെൻ്റ്ലി, വലിയൊരു ഡിസിഷൻ. നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ റൊമാൻസ് ഉണ്ട്, പക്ഷെ അത് ഒരു കാഷ്വൽ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ ഇവിടെ കാണുന്നില്ല. ഓക്കെ, 10 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. ഒരു ഡിഫിക്കൾട്ട് സമയം ആണ് 10 ഓഫ് വാൻഡ്സ്, പക്ഷെ 8 ഓഫ് വാൻഡ്സും ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു മെസ്സേജ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. പറഞ്ഞാൽ നിങ്ങളുടെ സൈഡിന് ആണോ അവരുടെ സൈഡിനാണോ എന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ ഒരു പേഴ്സൺ മറ്റേ പേഴ്സണിനെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതൊരു ഇപ്പോൾ കുറെ ഒരു
കുറെ ആയി ഇങ്ങനെ ഒരു സ്റ്റാഗ്നന്റ് സ്റ്റേൽമേറ്റ് സിറ്റുവേഷൻ ആയിട്ട്. ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ടാച്ചാലും ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പോകുന്നുണ്ടോ, ഓരൽസ് നിങ്ങളായിരിക്കും കോൺടാക്ട് ചെയ്യുന്നുണ്ടാവുക ഈ പേഴ്സണിനെ. അപ്പോൾ ഇവിടെ 2 ഓഫ് പെന്റിക്കിൾസ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ സമയത്ത് ഇവർക്ക് വേണ്ടിയിട്ട് കുറെ ഒരു ഇംബാലൻസ്ഡ് സിറ്റുവേഷൻ ആണ്, ഒരു ഇംബാലൻസ്ഡ് ഫീലിംഗ് ആണ്. 2 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ എന്തുകൊണ്ടാണ് കാണുന്നത്? 5 ഓഫ് സോർഡ്സ്. അപ്പോൾ ഇവിടെ കുറെ നെഗറ്റീവ് എനർജീസും ഉണ്ട്. നിങ്ങളും ഈ പേഴ്സന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടാവും, വഴക്ക് ഉണ്ടായിട്ടുണ്ടാവും, വേറെ ആൾക്കാരെ ഇതിൽ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ട്, ഈ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടാവും. ചില ഗോസിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടും ആയിരിക്കാം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ റിലേഷൻഷിപ്പ് ഇത്രയും സ്ട്രെയിൻ ആയിരിക്കണേ. വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പൊ അവര് കുറെ ഒരു ഡിഫെൻസീവ് എനർജിയിലാണ് ഈ സമയത്ത്. അവർക്ക് നിങ്ങളുടെ പറഞ്ഞ ഒരു വഴക്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇവർ കുറെ ഒരു ഫേം ആയിട്ടാണ് നിൽക്കുന്നത്. അവരുടെ ബൗണ്ടറീസ് ഉണ്ട്, കുറെ ഡിഫെൻസീവ് എനർജിയിലാണ്. അവർക്ക് അറിയില്ല ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവില്ല എന്ന്. അവർക്ക് ക്ലാരിറ്റി വേണം. അവർ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ നിങ്ങളുടെ സൈഡിൽ എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് അറിയില്ല. അപ്പൊ അവർക്ക് അറിയില്ല എങ്ങനെയാ വേണ്ടേ, എന്താ വേണ്ടേ, മുമ്പോട്ടാ പോകണ്ടേ ഇല്ലേ. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച്. നിങ്ങളുടെ ഇന്റൻഷൻസ് നല്ലതാണ്, നിങ്ങൾക്കൊരു ലോങ് ടേം ഫ്യൂച്ചർ വേണം എന്നുണ്ട്. ഓക്കെ, 10 ഓഫ് പെന്റിക്കിൾസ് ഒരു ഫാമിലി ലൈഫാണ്. അപ്പോൾ 10 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ഇന്റൻഷൻസിൽ എന്താണ്? പേജ് ഓഫ് സോർഡ്സ്, 3 ഓഫ് സോർഡ്സ്. ഈ നിങ്ങളുടെ ഇന്റൻഷൻസും പറഞ്ഞ നിങ്ങളുടെ പേഴ്സന്റെ ഇന്റൻഷൻസും കുറെ ക്ലിയർ ആണ് ഇവിടെ. 4 ഓഫ് വോൺസ്, അവർക്കും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം, അവർക്ക് മാരേജ് വേണം. അപ്പോൾ ഇവിടെ 4 ഓഫ് വോൺസ് എന്താണ് ഇന്റൻഷൻസ്? അവരുടെ നൈറ്റ് ഓഫ് സോർഡ്സ്. ഇപ്പോൾ ചില കേസസിൽ നിങ്ങൾ ഓൾറെഡി മാരിഡ് ആണെച്ചാൽ ഞാൻ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. ഓക്കെ, ഇവിടെ പേജ് ഓഫ് സോർഡ്സ്, എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി, ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല, എന്തോ നിങ്ങളോട് ആരോ എന്തോ പറഞ്ഞു, ഈ പേഴ്സണിന്റെ ലൈഫിനെ കുറിച്ച് എന്തോ അവർ പറഞ്ഞു നിങ്ങളോട്, ഇത് നിങ്ങൾക്ക് അറിയണ്ടായില്ല. ഇതൊരു സീക്രട്ട് ആയിരിക്കാം. ഈ സീക്രട്ട് പുറത്തു വന്നപ്പോൾ നിങ്ങൾ കുറെ ഹാർട്ട് ബ്രോക്കൺ ആയി. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഇന്റൻഷൻ ഇവിടെ ഒരു ലോങ് ടേം ഫ്യൂച്ചർ ആയിരുന്നു. ഓക്കെ, ഈ പേഴ്സന്റെ ഇന്റൻഷൻ ഹീൽ ചെയ്യാനാണ്. എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു സെപ്പറേഷൻ ഉണ്ട്, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്കും ഒരു സ്പേസ് വേണം ഈ സമയത്ത് ഹീൽ ചെയ്യാൻ. നിങ്ങളുടെ ആക്ഷൻ 7 ഓഫ് സോർഡ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണം എന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരു കൺഫ്രണ്ടേഷൻ വേണം എന്നില്ല. അപ്പൊ നിങ്ങൾ ഇതിനെ അവോയ്ഡ് ചെയ്യണു, നിങ്ങൾ ഒരു ആക്ഷനും എടുക്കാൻ പോണില്ല. ഈ പേഴ്സന്റെ എനർജിയിൽ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. അവർ ആക്ഷൻ എടുത്താലും കുറച്ച് സമയം എടുക്കും. ഓക്കെ, അവർ ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ എടുക്കാൻ പോണില്ല. അപ്പോൾ 7 ഓഫ് സോർഡ്സ് ഇവിടെ എന്താണ്? സ്ട്രെങ്ത്. അവർക്ക് നിങ്ങളുടെ സൈഡിൽ ഞാൻ വേറെ എന്താ കാണുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണം എന്നുണ്ട്, പക്ഷെ ഒരു പേടിയുണ്ട്. അത് ഇത് നിങ്ങൾക്ക് ഇല്ല സംശയങ്ങൾ അത് കൺഫേം അയച്ചാ പിന്നെ ആ ഒരു പേടിയുണ്ട് നിങ്ങൾക്ക്. പിന്നെ അത് നിങ്ങൾ അറിഞ്ഞ അത് പിന്നെ എങ്ങനെയാ നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയില്ല. ചില കാര്യങ്ങൾ ഈ കൺഫ്രണ്ടേഷനിൽ കുറെ കാര്യങ്ങൾ പുറത്തു വരും, അതിൻ്റെയും പേടിയുണ്ട്. നിങ്ങൾക്ക് എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ നെർവസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഡിലേ ചെയ്യണത് ഇവരെ കോൺടാക്ട് ചെയ്യാൻ. ഈ പേഴ്സന്റെ സൈഡിൽ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്, ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ, ആൻഡ് ഏസ് ഓഫ് വോൺസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യണത്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഇമ്മീഡിയറ്റ്ലി ആയിരിക്കില്ല, കുറച്ച് സമയം എടുക്കും. അവർക്ക് ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ പാഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതിനെ ശരിയാക്കണം എന്നുണ്ട്, ഈ പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്യണം എന്നുണ്ട്. അപ്പൊ എന്താണ് ഔട്ട്കം ഇവിടെ ഉള്ളത്? ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം ആണ് ഡെവിൽ. അപ്പൊ എന്തോ ഇവിടെ ഒരു ടോക്സിക് കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇല്ലച്ച നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണ്. 5 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ഒരു റിജക്ഷൻ, ഡിസപ്പോയിന്റ്മെന്റ് എനർജിയാണ്. 5 ഓഫ് കപ്സ് ഇവിടെ ഒരു ലോസിന്റെ എനർജിയാണ്, എന്തോ പാസ്റ്റിന്റെ റിഗ്രറ്റ്സിന്റെ എനർജിയാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഇടയ്ക്ക് ഒരു പേഴ്സന്റെ
എന്തോ ഒരു സീക്രട്ട് പുറത്ത് വന്നു. ഓക്കെ, ഈ സീക്രട്ട് പുറത്ത് വരുമ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ലൈഫിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലും കുറേ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതിനെ നിങ്ങൾ ഓവർകം ചെയ്യോ ഇല്ലേന്ന് അത് ഫ്യൂച്ചറിൽ നമ്മൾക്ക് അറിയുള്ളൂ. ഈ സമയത്ത് ഞാൻ കാണുന്നത് ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളെ ഫ്യൂച്ചറിൽ മെസ്സേജ് ചെയ്യും. പക്ഷെ അതിന്റെ ഔട്ട്കം എന്താ ഉണ്ടാവുക നമ്മൾക്ക് അപ്ലൈ അറിയുള്ളൂ. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് ഒരു നല്ല ഔട്ട്കം അല്ല. ഇത് ഇപ്പോഴും ആ പാസ്റ്റ് ഇഷ്യൂ ഞാൻ ഫ്യൂച്ചറിലും നിങ്ങളെ ബോദർ ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇവിടെ അവരുടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഐ ന്യൂ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. അപ്പോൾ ഇവരെന്തെങ്കിലും ഒളിപ്പിച്ചുണ്ടാച്ചാലും എന്തെങ്കിലും അവരുടെ സീക്രട്ട് ഉണ്ടായിട്ടുണ്ടാച്ചാലും അവർക്ക് അറിയണ്ടായിരുന്നു അവരെന്താ ചെയ്യണമെന്ന്. അവർക്ക് അറിയണ്ടായിരുന്നു അത് നിങ്ങളെ ഹേർട്ട് ചെയ്യുമെന്ന്. ഐ നോ ഐ വാസ് എ ഡിസ്ട്രാക്ഷൻ ഫ്രം യുവർ പെയിൻ. ഐ റിഗ്രറ്റ് ലൈങ് ടു യു. അപ്പോൾ ഇതൊരു കൺഫർമേഷൻ ആണ്. ഈ പേഴ്സൺ എന്തോ നിങ്ങളോട് പറഞ്ഞില്ല, ഓറൽസ് എന്തോ ഇവിടെ ഒരു ചീറ്റിംഗിന്റെ കേസ് ആയിരിക്കാം, ഓറൽസ് എന്തോ അവർ ഒളിപ്പിച്ചു, നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ടായില്ല മുമ്പേ. ഐ വോണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് സ്കോർപിയോ ഉണ്ട്, ജെമിനായി ഉണ്ട്, വെർഗോ ഉണ്ട്, ആൻഡ് ലിയോ ഉണ്ട്, പൈസീസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് സൈൻസ്. ജെമിനായി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഞാൻ കാണുന്നത് ഇവിടെ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.